മലയാള സിനിമയിൽ സജീവമായിരുന്ന യുവനടി കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട ക്രൂരമായിട്ടുള്ള അതിക്രമം നേരിട്ട ആ ഒരു സംഭവത്തിന് ശേഷം ഒരു മാധ്യമ ചർച്ച കാണുകയുണ്ടായി. ആ ഒരു മാധ്യമ ചർച്ചയിൽ അന്ത്യചർച്ചയിൽ പങ്കെടുത്ത ആളുകൾക്കിടയിൽ രാഹുൽ ഈശ്വർ ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിന് സാമൂഹ്യ നിരീക്ഷകൻ എന്നുള്ളൊരു ടാഗ് ഞാൻ കണ്ടില്ല. പകരം അവിടെ ഇങ്ങനെ എഴുതിയിരുന്നു, ദിലീപ് അനുകൂലി. അനുകൂലി എന്നുള്ള ആ ഒരു പദം അന്ന് എൻ്റെ ശ്രദ്ധയിൽ കൂടുതലായിട്ട് പെട്ടു. കാരണം എന്തോ കൂലി വാങ്ങിച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനം പോലെ അത്രയധികം ആത്മാർത്ഥമായിട്ട് ദിലീപിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ആദ്യഘട്ടത്തിൽ വലിയ അസ്വാഭാവികതയൊന്നും തോന്നിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ആരാധന കൊണ്ട്, അമിതമായിട്ടുള്ള ഭക്തി കൊണ്ട് സ്വാഭാവികമായിട്ട് വരുന്ന ചില വർത്തമാനങ്ങളാണ് എന്ന് തോന്നിപ്പോയി. എന്നാൽ പിന്നീട് അനുകൂലി അനുകൂലി കൂലി എന്ന് പറയുന്ന ഒരു കാര്യം കൃത്യമായിട്ട് മൈൻഡിലേക്ക് വരാനായിട്ട് തുടങ്ങി. ഇതുപോലെയുള്ള കേസുകളിൽ പണച്ചാക്കുകളായിട്ടുള്ള ആളുകൾ പ്രതി ചേർക്കപ്പെടുന്ന സമയത്ത്, പ്രമുഖരായിട്ടുള്ള ആളുകൾ പ്രതി ചേർക്കപ്പെടുന്ന സമയത്ത് അവർക്ക് വേണ്ടി ചില അനുകൂലികൾ, പ്രമുഖരായിട്ടുള്ള ചില അനുകൂലികൾ പ്രത്യക്ഷപ്പെടാനായിട്ട് തുടങ്ങി. അതുപോലെയുള്ള പണച്ചാക്കുകളുടെ റീസെൻ്റ് ആയിട്ടുള്ള കേസുകളിലൊക്കെ രാഹുൽ ഈശ്വറിൻ്റെ ഒരു മഹനീയ സാന്നിധ്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ പിടിച്ച് അകത്തിട്ടത് കൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എംബോക്കി തരങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ അയാളെ കടത്തി വെട്ടുന്ന തരത്തിലേക്കുള്ളൊരു അനുകൂലിയാണ്, അമ്മാതിരി ഒരു മാരണമാണ് അഖിൽ മാരാർ എന്ന് പറയുന്ന ചങ്ങായി. ഈ അഖിൽ മാരാറെ നമുക്കെപ്പോഴും പൊതുബോധത്തിൻ്റെ ഒപ്പം കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇതുപോലെ അനുകൂലിയാവേണ്ട പ്രമുഖരായിട്ടുള്ള പണച്ചാക്കുകളുടെ കേസിൽ മാത്രം അദ്ദേഹം പൊതുബോധത്തിൽ നിന്ന് ചെറിയ രീതിയിലൊന്നും മാറിയിട്ട് അനുകൂലിയായിട്ട് അങ്ങോട്ട് മാറും. കൂലിയുണ്ടോ, അല്ലെങ്കിൽ ഇതിനൊക്കെ എത്രയാണ് കൂലി എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും അറിയത്തില്ല. ഇനിയിപ്പോൾ ഫ്രീ സേവനമാണോ എന്നുള്ളതിനെ കുറിച്ചിട്ടും അറിയില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ലാഭേച്ഛയോടെയാണോ ഇത് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടും എനിക്കറിയില്ല. എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അനുകൂലി പരിപാടി അത്രയധികം ആത്മാർത്ഥതയുള്ളതാണ്. ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇന്നലെ അദ്ദേഹം പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ആ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് ധാരാളം വിമർശനങ്ങൾ ഏറ്റുവാങ്ങി. എന്നാൽ അഖിൽ മാരാർ വിമർശനങ്ങളെ അംഗീകരിക്കുന്ന ഒരാളല്ലാത്തതുകൊണ്ടും അയാൾ പൂർണ്ണമായിട്ടും ശരിയാണ് എന്നുള്ള വിശ്വാസം അയാൾക്ക് മാത്രം എപ്പോഴും കാര്യമായിട്ടുള്ളതുകൊണ്ടും ന്യായീകരിച്ച് അങ്ങോട്ട് മെഴുകുകയാണ്. ഈ ഒരു സംഭവങ്ങളൊക്കെ കൂട്ടി വായിക്കുന്ന സമയത്ത് ഒരു സാധാരണക്കാരനായിട്ടുള്ള മലയാളിക്ക് ഗൂഢാലോചന എന്ന് പറയുന്ന ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഇങ്ങനെ ക്യാമ്പയിനുകൾ, PR ക്യാമ്പയിനുകൾ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. അവൾക്കൊപ്പം എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവനൊപ്പം എന്ന് പറയാനായിട്ട് ആളുകളുണ്ട്. എങ്ങനെയാണ് അവനൊപ്പം എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ശ്രദ്ധിക്കപ്പെടുന്നത്? ശരിക്കും പറഞ്ഞാൽ ആ ഒരു ക്യാമ്പയിൻ ഒരു PR സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും ആരംഭിക്കാൻ പറ്റത്തില്ല. കാരണം അത് മനുഷ്യൻ്റെ ലോജിക്കിന് വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ആൾ അതിക്രമം നേരിട്ടു. ഏതൊരു കേസിലും ലോകത്തെവിടെയും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകൾ അതിക്രമം നേരിട്ടിട്ടുള്ള അതിജീവിതയ്ക്ക് ഒപ്പം നിൽക്കും. അതിജീവിതയെ ആരാണ് ആക്രമിച്ചത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് പലവിധ അന്വേഷണങ്ങൾ നടത്തിയതിനു ശേഷം ആരെങ്കിലുമൊക്കെ പ്രതി ചേർക്കപ്പെടും. പ്രതി ചേർക്കപ്പെടുന്ന എല്ലാ ആളുകളും കുറ്റക്കാരാവണമെന്നില്ല. അവരിൽ കുറ്റം തെളിയിക്കപ്പെടാനായിട്ട് പലപ്പോഴും പറ്റിയെന്ന് വരില്ല. എന്നാലും അവർക്ക് വേണ്ടി ന്യായമായിട്ടുള്ള ചില സംശയങ്ങളുടെ പേരിൽ പ്രതി ചേർക്കപ്പെട്ട അവർക്ക് വേണ്ടി ക്യാമ്പയിനുകൾ നമ്മൾ കാണാറില്ല. എന്നാൽ കേരളത്തിൽ അങ്ങനെ ഒരു ക്യാമ്പയിൻ ഉണ്ടായി. ആദ്യഘട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഈ ഒരു ക്യാമ്പയിനൊപ്പം നിന്നോ? ഇല്ല. പിന്നീട് ഏത് ഘട്ടത്തിലാണ് ആളുകൾ ഈ ഒരു ക്യാമ്പയിനോടൊപ്പം നിൽക്കാനായിട്ട് തുടങ്ങിയത്? ഈ ഒരു ക്യാമ്പയിൻ സജീവമായി ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്തതിന് ശേഷമാണ് ആളുകൾ അവനൊപ്പം എന്നുള്ള ഒരു രീതിയിലേക്ക് മാറി ചിന്തിച്ചത്. ഇത് ശക്തമായിട്ടുള്ളൊരു PR വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കാലാകാലങ്ങളായിട്ട് ആ ഒരു സമയത്തെ പ്രമുഖരായിട്ടുള്ള ആളുകൾ വഴി മുന്നോട്ടേക്ക് പോയ, പല പേജുകൾ വഴി മുന്നോട്ടേക്ക് പോയിട്ടുള്ള ഒരു ക്യാമ്പയിനാണ്. ഇനി ആളുകളിലേക്ക് ഇൻജെക്ട് ചെയ്ത, ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്ത അവർക്കിടയിൽ ഇപ്പോൾ ഉള്ള ഒരു കൂട്ടം ആളുകൾക്കിടയിൽ, ഒരു ചെറിയ മൈനോറിറ്റിക്കിടയിൽ ഇപ്പോഴുള്ള ഒരു വികാരത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു നിരപരാധിയെ ഇക്കാലത്തോളം വിചാരണയ്ക്ക് വിധേയനാക്കി. ഒരു നിരപരാധിയാണ്, അയാൾ കുറ്റവിമുക്തനായി. അദ്ദേഹം കുറ്റവിമുക്തനായതുകൊണ്ട് സമൂഹം അയാളോട് മാപ്പ് പറയണം ഇത്ര കാലം അദ്ദേഹത്തെ ചോദ്യം ചെയ്തതിന്. ഇങ്ങനൊരു വികാരം എങ്ങനെയാണ് ആളുകളിലേക്ക് വരുന്നത്? ഇങ്ങനൊരു വികാരത്തിൻ്റെ ആവശ്യമുണ്ടോ? ഈ ഒരു ഘട്ടത്തിൽ കുറ്റവിമുക്തനായിട്ടുള്ള ആളോട് മാപ്പ് പറയേണ്ട ഒരു ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ടോ? ഇല്ല. അയാൾ ഒരു കോടതിയിൽ നിന്ന് കുറ്റവിമുക്തനായി, ഹയർ കോർട്സ് ഉണ്ട്, അതുവരെയൊക്കെ പോകാനായിട്ടുള്ള സാവകാശമൊക്കെ ഉണ്ട്. അതിനൊക്കെ ശേഷം പരമോന്നത നീതിപീഠം ഇയാളെ ഇനി ആരും ചോദ്യം ചെയ്യരുത്, ഇയാൾ സമ്പൂർണ്ണ നിരപരാധിയാണ്, ഗൂഢാലോചന ഞങ്ങൾക്ക് മറ്റൊരാളിൽ തെളിയിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതിൽ ഒരു ഗൂഢാലോചന ഇല്ല എന്ന് കൃത്യമായിട്ട് പറയുന്ന സമയത്ത് മാത്രം വേണമെന്നുണ്ടെങ്കിൽ മാപ്പ് പറയുന്ന കാര്യം ആലോചിച്ചാൽ മതി. എങ്ങനെയാണ് ഈ പ്രമുഖ വ്യക്തി പ്രതി ചേർക്കപ്പെട്ടത്? അഖിൽ മാരാറും രാഹുൽ ഈശ്വറും ഒക്കെ ആദ്യഘട്ടം മുതൽ നിരപരാധിയാണ് എന്ന് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്ന ഇയാൾ എങ്ങനെയാണ് പ്രതി ചേർക്കപ്പെട്ടത്? സാധാരണ എല്ലാ കേസിലും നിങ്ങളും ഞാനും അടക്കം ഏതെങ്കിലുമൊക്കെ കേസിൽ പ്രതി ചേർക്കപ്പെടാനായിട്ട് കാരണങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ സമാനമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് ഈ പറയുന്ന പ്രമുഖനെയും ഈ ഒരു കേസിൽ പ്രതി ചേർത്തത്. ഈ ആക്രമിക്കപ്പെട്ട നടിയുമായിട്ടുള്ള ഒരു വൈരാഗ്യം, ആക്രമിക്കപ്പെട്ട നടിയുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ,
ചില ആളുകളുടെ മൊഴികളിൽ നിന്ന് വ്യക്തമായി. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആരോടെങ്കിലും പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ, അത് സമൂഹത്തിന് അറിയാമെന്നുണ്ടെങ്കിൽ, ഒത്തിരിയധികം ആളുകൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആരോടാണോ ദേഷ്യമുള്ളത് അയാൾ ആക്രമിക്കപ്പെടുന്ന സമയത്ത് നിങ്ങളെ സംശയിക്കും. നിങ്ങളെ സംശയിക്കുന്ന സമയത്ത് നിങ്ങളെ ചോദ്യം ചെയ്യുന്ന വേളയിൽ അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ ആക്രമിച്ച ആൾക്ക് നിങ്ങളുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ, അത് അറിയുകയാണെന്നുണ്ടെങ്കിൽ, പിന്നീട് വളരെ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിലപ്പോൾ ആ ഒരു കേസിൽ പ്രതി ചേർക്കപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ അതിനെതിരെ നിയമപരമായിട്ട് മുന്നോട്ടേക്ക് പോകേണ്ടി വരും. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ന്യായമായിട്ടുള്ള ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാൾ പ്രതി ചേർക്കപ്പെടുന്ന സമയത്ത് സമൂഹം എന്തിനാണ് അയാൾക്ക് വേണ്ടി അനുകമ്പയും അനുഭാവവും ഒക്കെ കൊണ്ടു നടക്കുന്നത്? അയാൾക്ക് അങ്ങനെ ഒരു വൈരാഗ്യമുണ്ട്, ഒരു ദേഷ്യമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളുടെ തന്നെ ഇററും ഉണ്ട്, അയാളുടെ തന്നെ പ്രശ്നം കൊണ്ട്, അയാളുടെ സമീപനം കൊണ്ട് ഉണ്ടായ ഒരു പ്രശ്നമാണ്. ഇത് ബാക്കിയുള്ള ആളുകൾ മുഴുവൻ അറിയുന്ന രീതിയിലേക്ക് ഒരു വൈരാഗ്യം ഈ ആക്രമിക്കപ്പെട്ട ആളുമായിട്ട് അയാൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ നമുക്കെല്ലാവർക്കും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പക, ദേഷ്യം എന്നീ കാര്യങ്ങൾ മാലോകരറിയുന്ന രീതിയിൽ ബാക്കിയുള്ള ആളുകളുമായി വെച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് പണി കിട്ടുന്ന ഒരു സംഗതിയാണ്. നിങ്ങൾ ആരോടാണോ ദേഷ്യപ്പെടുന്നത്, ആരോടാണോ പക കാണിക്കുന്നത്, അത് മാലോകർ അറിയുന്നത് മുതൽ നിങ്ങൾക്കൊരു റിസ്ക് ഉണ്ട്. മറ്റേ ആൾ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഏതെങ്കിലും സാഹചര്യത്തിൽ അയാൾക്ക് അപായം നേരിട്ട് കഴിഞ്ഞാൽ നിങ്ങളെ സംശയിക്കും. ഇതിലൊന്നും സമൂഹം അനുകമ്പ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ലോകത്തെല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെയില്ല, ഞാനല്ല എന്ന് തെളിയിക്കേണ്ടത് അയാളുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ഈ ഒരു കേസിൽ എന്തുകൊണ്ടാണ് ഇതിൽ പ്രതി ചേർക്കപ്പെട്ട പ്രമുഖന് എതിരെ വലിയൊരു ജനവികാരമുള്ളത്? അത് 2 റീസൺ കൊണ്ടാണ്. ഒന്ന്, വലിയ PR ക്യാമ്പയിൻ. 2, ഈ കേസിൻ്റെ വിചാരണ നടപടികളിലുണ്ടായ അസ്വാഭാവികതകൾ. അതേപോലെ തന്നെ ഈ ഒരു കേസിലെ ചില അസാധാരണത്വങ്ങൾ. അതിനൊന്നും കൺസിഡർ ചെയ്യാതുള്ള ഒരു വിധിന്യായമെന്ന് ആളുകൾക്ക് തോന്നിയ ചില സാഹചര്യങ്ങൾ. ഒന്നാമത്തെ PR ക്യാമ്പയിൻ എന്താണ്? വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഇവിടെ ഒരാൾ ആക്രമിക്കപ്പെട്ടു, അയാൾക്ക് വലിയൊരു ട്രോമയുണ്ടായി, അയാളത് പുറത്ത് പറഞ്ഞു, അയാൾ അതിനുവേണ്ടി ആ ഒരു നീതി ലഭിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ലോകത്തൊരിടത്തും അയാൾക്കെതിരെ ഒരു ക്യാമ്പയിൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ല. എന്നാൽ കേരളത്തിൽ ഒരു പ്രമുഖ വ്യക്തി പ്രതി ചേർക്കപ്പെട്ടത് മുതൽ അതിജീവിതക്കെതിരെ വലിയ ക്യാമ്പയിനുകൾ നടക്കുകയാണ്. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് തന്നെ ഇല്ല, അങ്ങനെ ഒരു സംഭവം സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നുള്ള രീതിയിൽ പോലുമുള്ള റേറ്റീവ്സ് പലയിടത്തു നിന്നായിട്ട് വരാനായിട്ട് തുടങ്ങി. അതേപോലെ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് എതിരായിട്ട് ഒരു പക്ഷം രൂപപ്പെട്ട് വരികയാണ്, ആക്രമിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതും ഇനി കാണാൻ പോകുന്നതുമായിട്ടുള്ള ചില കോൺഫിഡൻസുകളുണ്ട്. ഇതുവരെ മാധ്യമങ്ങളെ കോൺഫിഡൻ്റ് ആയിട്ട് അഭിസംബോധന ചെയ്യാതിരുന്ന ഈ ഒരു പ്രതി ചേർക്കപ്പെട്ട ആൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മാധ്യമങ്ങളോട് ചില ആളുകളുടെ പേരുകളൊക്കെ അങ്ങോട്ട് വെളിപ്പെടുത്തുകയാണ്. അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, താൻ അതിൻ്റെ ഭാഗമല്ല, തന്നെ ആളുകൾ കുടുക്കിയതാണ് എന്ന് അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, മാധ്യമങ്ങളുടെ മുൻപിൽ ഈ അതിജീവിതയ്ക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച, സത്യം പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് പ്രയത്നിച്ച മാധ്യമങ്ങൾക്ക് മുൻപിൽ കാര്യങ്ങൾ വെളിപ്പെടുത്താമായിരുന്നല്ലോ. അല്ലെങ്കിൽ മാധ്യമങ്ങളോട് തനിക്ക് പറയാനുള്ള ഭാഗം പറയാമായിരുന്നല്ലോ. അന്നൊന്നും പറഞ്ഞില്ല. കാരണം ക്രിമിനൽ ലോയേഴ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ടല്ലോ അയാളുടെ കൂടെ, അവർക്ക് മാത്രമേ ഇത് ഡീൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം അവരുടെ കയ്യിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പണി കിട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കുറ്റവിമുക്തനായതിനു ശേഷമുള്ള കോൺഫിഡൻസുകൾ വെറുതെ ഇങ്ങനെ കുറേയധികം ആളുകളുടെ കുറേയധികം ആളുകളുടെ ഉപദേശങ്ങൾക്കനുസരിച്ചിട്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സ്വന്തം ഇമേജ് നന്നാക്കാനായിട്ട് കഷ്ടപ്പെടേണ്ടി വരുന്ന ഒരു ഭാവി കാലത്തെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു കാര്യം പറയേണ്ടതുണ്ട്. ഒരു കോടതി, ഒരു ജഡ്ജ് ഒരു വിധിന്യായം പുറപ്പെടുവിച്ച് കഴിഞ്ഞാൽ അതിൽ അതൃപ്തി അറിയിക്കാനായിട്ട് പറ്റുമോ? അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടോ? ഇത് രാജഭരണ സ്ഥലമൊന്നുമല്ലല്ലോ. നമുക്ക് അതൃപ്തി അറിയിക്കാനായിട്ടും, അതൃപ്തിയുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു കേസിൽ പ്രോസിക്യൂഷന് ഹയർ കോടതികളിലേക്കൊക്കെ പോകാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. അതിജീവിതയ്ക്ക് തൻ്റെ അതൃപ്തി ഹയർ കോടതികളിൽ അറിയിക്കാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. അതോടൊപ്പം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു കേസിൽ, ഇതുപോലുള്ള കേസുകളിൽ മാധ്യമങ്ങളുടെ ഇടപെടൽ എന്ന് പറയുന്നത് മോശമായിട്ട് കാണണം എന്നുള്ള നറേറ്റീവ്സ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കേസിലൊക്കെ മാധ്യമങ്ങളില്ല എന്നുണ്ടെങ്കിൽ, ഇവിടെ റിപ്പോർട്ടർ, ആളുകൾ ഇപ്പോൾ വിമർശിക്കുന്ന റിപ്പോർട്ടർ അടക്കമുള്ള മാധ്യമങ്ങളില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ പോലും ഒരു നീതിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ചയോ അതിജീവിതയ്ക്ക് അനുകൂലമായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യങ്ങളോ പോലും നടക്കില്ല. ഇവിടെ മാധ്യമങ്ങളുടെ ഇടപെടൽ കൃത്യമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു മാധ്യമങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്ന കാര്യങ്ങൾ
ആ ഒരു കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കോമൺ സെൻസിൽ ആളുകൾക്ക് തോന്നുന്ന ചില ചിന്തകൾ, അതിന് വിപരീതമായിട്ടുള്ള വിധി ന്യായങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് ആളുകൾക്ക് അതൃപ്തി ഉണ്ടാവും. ആ ഒരു അതൃപ്തിയൊക്കെ അറിയിക്കാനായിട്ട് എനിക്കും നിങ്ങൾക്കും അറിയിക്കാനായിട്ടുള്ള എല്ലാവിധ റൈറ്റും ഉണ്ട്. വളരെയധികം മര്യാദയോടെ ആ ഒരു വിധി പറഞ്ഞിട്ടുള്ള ജഡ്ജിനെ അപമാനിക്കാത്ത രീതിയിൽ. ജഡ്ജിനെ അപമാനിക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. CPM-ഉമായിട്ടുള്ള ഒരു ബന്ധം ജഡ്ജിനുള്ളതുകൊണ്ട് എങ്ങനെ ഈ ഒരു കാര്യം കൈകാര്യം ചെയ്യണം, ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുകയും വേണം, എന്നാൽ CPM ബന്ധമുള്ള ജഡ്ജിനെ രണ്ടെണ്ണം പറയുകയും വേണം എന്നുള്ള കോൺഫ്ലിക്റ്റിൽ പോലും കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകനെയൊക്കെ ഈ ദിവസങ്ങളിൽ കാണാനായിട്ട് സാധിച്ചു. ഇനി അഖിൽ മാരാറുടെ ചില അനുകൂലിത്തരങ്ങൾ ഒന്ന് വായിക്കാം. ദിലീപിനെ കോടതി വെറുതെ വിട്ടു, ഒന്നുമില്ലായ്മയിൽ നിന്നെല്ലാം നേടിയെടുത്ത അയാൾക്ക് ഇനിയുള്ള ജീവിതം മുന്നോട്ടേക്ക് നന്നായി കൊണ്ടുപോകാനായിട്ട് അറിയാം. എൻ്റെയോ സോഷ്യൽ മീഡിയയിൽ അയാളെ അനുകൂലിക്കുന്ന ആരുടെയോ ആവശ്യം അയാൾക്കില്ല. അതുകൊണ്ട് ഞാൻ എഴുതുന്നത് ദിലീപിന് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയാണ്. അഖിൽ മാരാറിന് എന്തോ ഒരു ഗുണത്തിന് വേണ്ടിയാണ് ഇമാതിരി കടന്ന് മെഴുകുന്നത് എന്നുള്ള തോന്നൽ ഈ ഒരു പോസ്റ്റ് വായിക്കുന്ന സമയത്തും ആ ഒരു വരി വായിക്കുന്ന സമയത്തും തോന്നുകയും സ്വാഭാവികം. എൻ്റെ ചിന്തകൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും മനസാക്ഷിയുള്ള മാധ്യമപ്രവർത്തകരിൽ നിന്നും ഞാൻ അറിഞ്ഞ സത്യങ്ങൾ കരുതിക്കൂട്ടി ദിലീപിനെ ഇല്ലാതാക്കാൻ സിനിമയുടെ ഉള്ളിൽ നിന്നും പുറത്തു നിന്നും കളിച്ച നാറിയ കളികൾ, അതിൻ്റെ ഭാഗമായി പൊതുസമൂഹത്തിൻ്റെ എതിർപ്പിനെ തള്ളിക്കളഞ്ഞ് ദിലീപിനൊപ്പം എന്ന നിലപാട് സ്വീകരിച്ചത് എന്തുകൊണ്ട് എന്ന എൻ്റെ വാദങ്ങൾ, പലരുടെയും സംശയങ്ങൾ. നിങ്ങൾക്കെതിരെ ആരെങ്കിലുമൊക്കെ നാറിയ കളികൾ കളിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾക്കെതിരെ നാറിയ കളികൾ കളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആർജവം ഉണ്ടാവണം ആ ഒരു കളികളൊക്കെ എന്താണെന്ന് പറയാനായിട്ട്. വെറുതെ ചുമ്മാ ഒരുമാതിരി നാറിയ കളികൾ എനിക്കെതിരെ ആരോ കളിക്കുന്നു എന്നൊക്കെ വന്നിട്ട് ചുമ്മാ കിടന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇത് 2025 കഴിയാറായി. ഇപ്പോഴും ആളുകൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് വെളിപ്പെടുത്താനായിട്ട് ഒന്നും പറ്റാറില്ല പലപ്പോഴും. നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രമുഖനോ നിങ്ങൾക്കോ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കെതിരെ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനെ ഒന്നും തെളിയിക്കാൻ പറ്റുന്ന ഒരു സാധനവും നിങ്ങളുടെ കയ്യിലില്ല. പിന്നെ ഒരു തെളിവില്ലാതെ വെറുതെ വിട്ടു എന്നുള്ള പ്രചാരണങ്ങൾ നടക്കുന്നതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. വെറുതെ വിട്ട ഒരാളെ നമ്മൾ കൂടുതൽ പിന്നീട് ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല പൊതുസമൂഹം. അയാളെ വെറുതെ വിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, അയാളെ വെറുതെ വിട്ടതിൽ അതൃപ്തിയുള്ള പ്രോസിക്യൂഷൻ അതിൻ്റെ അപ്പീലുമായി മേൽക്കോടതികളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ അതിനൊരു പരിഹാരം ഉണ്ടാവും. 1 എന്ന നമ്പർ ഇട്ടിട്ട് 1, 2 കാര്യങ്ങൾ 3 കാര്യങ്ങൾ എന്നുള്ള പറച്ചിലുകളൊക്കെ ഈ രാഹുൽ ഈശ്വർ ജയിലിലായതിൽ പിന്നെ മിസ്സായി കിടക്കുകയായിരുന്നു. 1, പൾസർ സുനി ആരും അറിയാതെ എന്തിനിത് ചെയ്തു? അഖിൽ മാരാർ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഉത്തരം നൽകുകയാണ്. അഖിൽ ആരാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമുക്കിത് ക്ലിയറാക്കി തരാനായിട്ട്? നമുക്ക് ക്ലിയർ അല്ലാത്ത കാര്യങ്ങളായതുകൊണ്ടാണ് ആളുകൾക്ക് തൃപ്തിയില്ലാത്തതും വിധിന്യായത്തിൽ ഒരു അസ്വാഭാവികത ഫീൽ ചെയ്യുന്നതുമൊക്കെ. അതിനെ ക്ലിയറാക്കി തരാനായിട്ടുള്ള ഒരു കഴിവ് അഖിൽ മാരാർക്ക് എങ്ങനെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ കടത്തിവിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ജഡ്ജിനെ കോടതിയെ കടത്തിവിട്ടുന്ന രീതിയിൽ ഉണ്ടാവുന്നെന്നുള്ളത് എനിക്കറിയില്ല. എന്നാലും നിരീക്ഷകനായിട്ടുള്ള അഖിൽ മാരാറുടെ ആ ഒരു ക്ലിയറാക്കൽ വായിച്ചേക്കാം. അതെന്താ, പീഡിപ്പിക്കാൻ ആരെങ്കിലും പറയണമെന്ന നിർബന്ധം മലയാളികൾക്ക് എന്ന് തൊട്ടാണ് വന്നത്. പൾസർ സുനി മുൻപ് ഇതേ കാര്യം ചെയ്തിട്ടുണ്ട്. നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി 5 ലക്ഷം വരെ അവൻ ബ്ലാക്ക്മെയിൽ ചെയ്ത് വാങ്ങിയ കേസുണ്ട്. അതുകൊണ്ട് സുനി സ്വന്തമായി ചെയ്യാം, ഇനി മറ്റാർക്കും വേണ്ടിയും ചെയ്യാം. ചെയ്തിട്ട് ദിലീപിൻ്റെ പേര് പറയുകയാവും ലക്ഷ്യം. ഈ ഒരു പാരഗ്രാഫിൻ്റെ അവസാനത്തെ 3 വരികളിൽ തന്നെ ഉത്തരമുണ്ട്. സുനി സ്വന്തമായും ചെയ്യാം, ഇനി മറ്റാർക്ക് വേണ്ടിയും ചെയ്യാം. ശരിയാണ്, മറ്റാർക്ക് വേണ്ടി ചെയ്തതായിരിക്കാം എന്നുള്ളൊരു ചിന്തയിൽ സാധാരണക്കാരെത്തുന്നു. അതേപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇത് മറ്റൊരാൾക്ക് വേണ്ടി ചെയ്തതാണ് എന്നുള്ള തോന്നലുണ്ടാവുന്നു. അപ്പോൾ അവിടേക്ക് ഒരു പ്രമുഖൻ്റെ പേര് വരുന്നു. ആ ഒരു പേരുമായി ബന്ധപ്പെട്ടാണ് പ്രതി ചേർക്കപ്പെട്ടത്. അത്രേ ഉള്ളൂ. അതിനെക്കുറിച്ചിട്ട് കൂടുതൽ അഖിൽ മാരാർ ക്ലിയറാക്കി തരേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി അന്വേഷണ ഉദ്യോഗസ്ഥൻ അഖിൽ മാരാർ പറയുന്ന 2ാമത്തെ പോയിന്റ്, നടിയെ പീഡിപ്പിച്ചത് ടെമ്പോ ട്രാവലറിൽ എന്നാണ് പലരും കരുതിയിരിക്കുന്നത്. ആയിക്കോട്ടെ, എന്നെങ്കിൽ അതിൻ്റെ ബാക്കി എന്താണ്? നടിയെ പീഡിപ്പിച്ചത് XUV 500 എന്ന കാറിൽ വെച്ചാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറിൻ്റെ പിൻ സീറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട, ഇപ്പോൾ തന്നെ കാറിൻ്റെ പിന്നിൽ ഇരയെ പിന്തുണയ്ക്കുന്ന നിങ്ങൾ ഒരു സ്ത്രീ ആണെങ്കിൽ ഭർത്താവിനൊപ്പം കൂട്ടുക. ഇരയെ പിന്തുണയ്ക്കുന്ന നിങ്ങൾ ഒരു സ്ത്രീ ആണെങ്കിൽ ഭർത്താവിനൊപ്പം കൂട്ടുക. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് കൃത്യമായിട്ട് എന്താണ് പറഞ്ഞു വയ്ക്കുന്നത്? ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, അതിജീവിത കള്ളം പറയുകയാണ് എന്നുള്ള ഒരു നറേറ്റീവാണ് ഇതിനകത്ത് വരുന്നത്. ഇരയെ പിന്തുണയ്ക്കുന്ന നിങ്ങൾ എന്നവിടെ എടുത്തു പറയേണ്ട ആവശ്യമുണ്ടോ? ഇതിനകത്ത് ഇരയെ പിന്തുണയ്ക്കുന്ന ആൾ, പ്രതിയെ പിന്തുണയ്ക്കുന്ന ആൾ എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ പോലും കൊണ്ടുവന്നതും അത്തരത്തിൽ ആളുകളെ പക്ഷം നിർത്തി പോരടിപ്പിച്ചതുമൊക്കെ ഈ ഒരു PR ക്യാമ്പയിൻ്റെ ഭാഗമാണ്. അപ്പോൾ അഖിൽ മാരാറൊക്കെ ഏതൊരു പക്ഷത്താണ്? ആ ഒരു പക്ഷത്ത് നിൽക്കേണ്ട ആവശ്യം എന്താണ്? ഒരു അതിജീവിതയുണ്ട്, ഒരു ആക്രമണം നേരിട്ടു, അതിക്രമം ഉണ്ടായി, ഒരാളെ പ്രതി ചേർത്തു. ഇതിൽ പക്ഷം ചേരേണ്ട ആവശ്യം എന്താണ്? പ്രതി ചേർക്കപ്പെട്ട ആളുടെ പക്ഷം ചേർന്ന് പോരടിക്കേണ്ട കാര്യം എന്താണ്? പ്രതിക്ക് ന്യായമായിട്ടും അയാളുടെ നിരപരാധിത്വം തെളിയിക്കാനായിട്ടുള്ള സാഹചര്യങ്ങളില്ലേ? ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് തനിക്ക് പ്രിയപ്പെട്ട ഒരാൾ പ്രതി ചേർക്കപ്പെട്ടതുകൊണ്ട് അതിജീവിതയ്ക്കെതിരെ ക്യാമ്പയിൻ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ അതിജീവിതയെ അപമാനിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുന്ന
ഒരു ഗതികേടിലേക്ക്, ഒരു എംബോക്കി തരത്തിലേക്ക് എന്തിനാണ് ആളുകൾ വരുന്നത്? അഖിൽ മാരാർ വരും, അയാളുടെ ആവശ്യം എന്താണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഈ ബാക്കി വായിക്കാം. ഒരു സ്ത്രീ ആണെങ്കിൽ ഭർത്താവിനെ ഒപ്പം കൂട്ടുക, പുരുഷനാണെങ്കിൽ ഭാര്യ ഒപ്പം കൂട്ടുക, എന്നിട്ട് പീഡനത്തിൻ്റെ ഡെമോ ഒന്ന് ശ്രമിക്കുക. അയ്യോ, വല്ലാത്തൊരു അത്യാവശ്യം തന്നെ. ഏതുതരം പീഡനം ആ ചുരുങ്ങിയ സ്ഥലത്ത് സാധ്യമാകുമെന്ന് നിങ്ങൾ സ്വയം ബോധ്യപ്പെടുക. എന്തൊരാഭാസനാണ്, എംബോക്കി തന്നെ. അതോടൊപ്പം ഒരു മൊബൈലിൽ അതൊന്ന് പകർത്താൻ ശ്രമിക്കുക. രാത്രിയിൽ എത്ര വെളിച്ചം 2017 ഒരു മൊബൈൽ ക്യാമറയിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ നോക്കുക. പീഡനത്തിന് വിധേയമാകുമ്പോൾ നിങ്ങൾ രക്ഷപ്പെടാൻ ഡ്രൈവറെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക. ഡ്രൈവറുടെ സ്റ്റിയറിംഗ് തട്ടിയാൽ വാഹനം അപകടത്തിൽപ്പെടുമോ എന്ന് ചിന്തിക്കുക. അതുകൊണ്ട് നടിയെ ക്രൂരമായി ഉപദ്രവിച്ച് ദൃശ്യം പകർത്താൻ ശ്രമിച്ചതാവാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെയാണ് കോടതി സുനിയെ ഉൾപ്പെടെ ശിക്ഷിക്കാൻ കാരണമായതും. ഇനി സ്വയം ചിന്തിക്കുക, ഇത്രയും വിവരം കേട്ട ഒരു പ്ലാനിങ് 1.5 കോടി കൊടുത്ത് ദിലീപ് ചെയ്യുമോ? നമുക്കറിയില്ല ദിലീപ് 1.5 കോടി കൊടുത്തിട്ട് ബ്രില്യൻ പ്ലാനുകൾ ഇതിനു മുൻപേ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ 1.5 കോടി ദിലീപ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ മികച്ച പ്ലാനുകളാണ് പുള്ളി കൊണ്ടുവരിക. നമുക്കറിയത്തില്ല ഇതിനെക്കുറിച്ചിട്ട്. അഖിൽ മാരാർക്കറിയോ ദിലീപിൻ്റെ കൂടെ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ പ്ലാനിങ്ങിൽ അഖിൽ മാരാർ കൂടിയിട്ടുണ്ടോ? എനിക്കറിയില്ല. ഈ അമിത ആരാധന കൊണ്ട് അയ്യോ ഞങ്ങളുടെ അണ്ണൻ ഭയങ്കര ബുദ്ധിമാൻ തന്നെ, അണ്ണൻ ഇങ്ങനെയുള്ള പ്ലാനാണ്, അണ്ണൻ്റെ പ്ലാനൊന്നും ഇങ്ങനെ പാളാറില്ല, അണ്ണൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്തേനെ എന്നൊക്കെ പറയുന്നത് പോലെ ഉണ്ട്. ഇത് രണ്ടാമത്തെ പോയിന്റിൽ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് കണ്ടത് എന്നുണ്ടെങ്കിൽ ഇത് ദിലീപിൻ്റെ ഫാമിലി അഡ്വക്കേറ്റ് ആയിട്ടാണ് പുള്ളിക്കാരൻ അദ്ദേഹത്തിൻ്റെ കുടുംബ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആക്കി തരുന്നത്. മഞ്ജു വാര്യരെ ഉപേക്ഷിച്ച് കാവ്യയെ കിട്ടിയ ക്രൂരനായ ദിലീപ് എന്തുകൊണ്ടാണ് മഞ്ജു വാര്യരെ ഉപേക്ഷിച്ചതെന്ന് അതിനുള്ള കാരണം മഞ്ജുവിൻ്റെ മകളെ തെളിവ് സഹിതം ബോധ്യപ്പെടുത്തിയ ശേഷം പുറം ലോകത്ത് ഈ വിഷയം അറിയാതിരിക്കാൻ വിചാരണ രഹസ്യമായി വേണമെന്ന് കോടതിയിൽ സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് നടത്തിയതാണ്. ആരെയെങ്കിലും അപമാനിക്കാമെന്ന ഉദ്ദേശം ദിലീപിനുണ്ടെങ്കിൽ അയാൾക്ക് അത് തന്നെ ചെയ്യാമായിരുന്നു. ഭാര്യ ഉപേക്ഷിച്ച് കാമുകിയെ സ്വന്തമാക്കാൻ പോയ ക്രൂരനല്ല, മറിച്ച് ആ ബന്ധത്തിൽ വിള്ളൽ വീഴാൻ കാരണം ഒരാൾ മാത്രമായിരുന്നില്ല. കാരണം ഇവിടെ ഒരു സ്പെഷ്യൽ ലൈനുണ്ട്, ആരെങ്കിലും അപമാനിക്കുക എന്ന ഉദ്ദേശം ദിലീപിനുണ്ടെങ്കിൽ അയാൾക്ക് അത് എന്നേ ചെയ്യാമായിരുന്നു. അതെന്താണ്? ദിലീപ് മഞ്ജു വാര്യർ കേസിൽ ഈ ഒരു വിചാരണ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു വാര്യർ അപമാനിതയായിട്ട് മാറും എന്നുള്ള തരത്തിൽ എന്ത് അപമാനകരമായിട്ടുള്ള കാര്യമാണ് മഞ്ജുവിൽ ഇയാൾ പറയുന്നതെന്നുള്ളത് നമുക്ക് ക്ലിയർ അല്ല. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിലും എന്താണ്, ഇതൊരു ക്യാമ്പയിൻ്റെ ഭാഗമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ മഞ്ജു വാര്യർ എന്തോ മോശമായിട്ട് ചെയ്തു, അത് പുറത്തിറങ്ങിയാൽ അപമാനമായി മാറും എന്നുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി കാവ്യ എന്തിന് കെട്ടി എന്നുള്ളതിനെ കുറിച്ചിട്ട് ദിലീപ് പോലും ഇത്ര കാര്യമായിട്ട് ഒരിടത്തും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. 2012 വിവാഹബന്ധം ഏർപ്പെടുത്തി 4 വർഷം ഒറ്റയ്ക്ക് ജീവിച്ച ഒരാൾ തൻ്റെ പേരിൽ ജീവിതം ഇല്ലാതായ ഒരു സ്ത്രീയെ ഒപ്പം കൂട്ടാൻ തീരുമാനിക്കുന്നത് ഈ രാജ്യത്തൊരു മഹാ അപരാധമാണോ? ഈ പോസ്റ്റൊക്കെ ദിലീപ് വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പുള്ളിക്കാരൻ കൊട്ടേഷൻ കൊടുത്തിട്ടില്ല എന്നൊക്കെയാണല്ലോ പറയുന്നത്. കൊട്ടേഷൻ കൊടുത്തു. കാരണം എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? കാവ്യയെ കിട്ടിയില്ല എങ്കിൽ ഈ കേസ് പോലും വരില്ല എന്നതായിരുന്നു സത്യം. 2012 വിവാഹബന്ധം ഏർപ്പെടുത്തി 2016 കാവ്യയെ കിട്ടി സിനിമയിൽ കരുത്തനായി തുടരുന്ന ഒരാൾ 2017 സിനിമയിൽ നിന്ന് സ്വാഭാവിക പുറത്താവലിന് അടുത്തെത്തിയ ഒരു നടിയെ മുകളിൽ പറഞ്ഞ വിഡ്ഢിത്തരം നിറഞ്ഞ ഒരു പ്ലാൻ തയ്യാറാക്കുമെന്ന സാമാന്യബോധമുള്ള ആരെങ്കിലും വിശ്വസിക്കുമോ? നമുക്കറിയത്തില്ലടേ. ഈ 2016 കാവ്യയെ കിട്ടി സിനിമയിൽ കരുത്തനായി തുടരുന്ന ഒരാൾ, അതിപ്പോൾ ആരെങ്കിലും ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരാളെ കിട്ടുന്നത് കൊണ്ട് ഒരു പ്ലാൻ സൂപ്പർ ആവുമെന്നോ ഒരു പ്ലാൻ ഫെയിൽ ആവുമോ നമുക്കറിയില്ലടേ. നമുക്കറിയില്ല. ഇയാൾക്കറിയാം. ഇങ്ങനെ ഒരു മോശം പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത സമയത്ത് പാളിപ്പോയൊരു പ്ലാൻ ഞങ്ങളുടെ അണ്ണൻ ചെയ്യില്ല. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അണ്ണൻ്റെ പ്ലാൻ അല്ല. ഇനി 6ാമത്തെ പോയിന്റ്, പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു മാധ്യമപ്രവർത്തകൻ്റെ പണം ചോദിച്ചുള്ള ബ്ലാക്ക് മെയിലിംഗ് ഈ കേസിൻ്റെ തുടക്കത്തിൽ തന്നെ ദിലീപ് പരാതി നൽകിയതാണ്. ഇപ്പോൾ പൾസർ സുനി അയച്ച കത്തിനെ കുറിച്ചിട്ട് പോലും ദിലീപ് പരാതി നൽകിയതാണ്. ആ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പുള്ളിയിലേക്കുള്ള വഴി തുറന്നതുപോലും. ഇതൊന്നും വേറെ ആരും ചെയ്തതല്ല. ആരെങ്കിലും കൊണ്ട് തനിക്ക് അനുകൂലമായി എന്തെങ്കിലും ചെയ്യാൻ ദിലീപ് തീരുമാനിച്ചെങ്കിൽ ബന്ധപ്പെടേണ്ട ഒരു പ്രധാന വ്യക്തി ഞാൻ കൂടിയായിരുന്നു. നാളിതുവരെ ദിലീപോ അദ്ദേഹത്തിൻ്റെ ഫാൻസ് അസോസിയേഷനോ ഒരിക്കൽ പോലും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞ നന്നായി. ഈ അവസാന ഘട്ടത്തിൽ തന്നെ താൻ എന്തൊക്കെ അപരാധമാണ് അയാൾക്കെതിരെ, അയാളുടെ കുടുംബത്തിനെതിരെ എഴുതി പിടിപ്പിച്ച് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. 5 പൈസ ദിലീപ് സോഷ്യൽ മീഡിയ സപ്പോർട്ടിന് വേണ്ടി ചെയ്യുന്നതുമില്ല. കാരണം അയാളുടെ ലക്ഷ്യം വിധി അനുകൂലമാവട്ടെ എന്നത് മാത്രമായിരുന്നു. ഇത്രയും എഴുതിയത് എൻ്റെ നിലപാടിൽ എനിക്ക് ജയിക്കാനും മാന്യതയമതി നടക്കുന്ന നാറികളെ സമൂഹം തിരിച്ചറിയാനും ആർക്കെങ്കിലും ചിന്തിക്കാൻ കഴിയുമെങ്കിൽ ചിന്തിക്കട്ടെ എന്ന് കരുതി മാത്രം. എല്ലാവരും തിരിച്ചറിഞ്ഞു. എല്ലാവരും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു. ഇനി കുറച്ച് കോമഡികളുണ്ട് കേട്ടോ. അഖിൽ മാരാറിൻ്റെ ഒരു വ്യൂ പോയിന്റിലെ കോമഡികൾ. ഒരു സ്ത്രീ അതിക്രമം നേരിട്ടു, ക്രൂരമായിട്ടുള്ള ആക്രമണത്തിനിരയായി, വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ. അതിനുശേഷം നീതിക്ക് വേണ്ടി കോടതിയെ സമീപിക്കുന്നു, ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയെ സമീപിക്കുന്നു. അപ്പോൾ അതിൽ പുള്ളി കണ്ടെത്തിയ ചില കോമഡികളൊക്കെയാണ് കേട്ടോ. ഈ ദാരുണ സംഭവത്തിലെ ചില കോമഡികൾ അഖിൽ മാരാർ അനുകൂലി നമുക്ക് വേണ്ടി പറയുകയാണ്. അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് നടക്കുന്നവർ ഫോട്ടോ വെച്ച് വരെ പോസ്റ്റ് ഇട്ടു. കുറ്റകൃത്യം ചെയ്ത പ്രതികൾക്ക് ശിക്ഷ കിട്ടി, അവൾക്ക് നീതി കിട്ടിയ ഒരു കോടതി വിധിയെ അപമാനിച്ചൊരു ഹാഷ്ടാഗ് ഇട്ടു അവൾക്കൊപ്പം. ഒരു ഹാഷ്ടാഗ് ഇട്ടാൽ കോടതി വിധിയെ അപമാനിക്കലാവുമോ? അതൃപ്തി അറിയിക്കൽ,
അതൃപ്തി അറിയിക്കാനായിട്ടുള്ള റൈറ്റ് ഇന്ത്യൻ പൗരനൊക്കെ ഉണ്ട്. അതൃപ്തിയൊക്കെ അറിയിക്കുക, ഒരു കുഴപ്പമില്ല. അതൃപ്തി ഉള്ളവർക്ക് മേൽക്കോടതികളിലേക്ക് പോകാനായിട്ടുള്ള ഓപ്ഷൻ പോലുള്ള ഒരു രാജ്യമാണ്. അതൃപ്തിയൊക്കെ അറിയിക്കാം. ഇതൊരു കോമഡിയാണോ? അഖിൽ മാരാർക്ക് കോമഡി ആയിരിക്കും, കാരണം കോമഡി ആക്കേണ്ടതുണ്ട്. കോമഡി 2, 8 വർഷം നീണ്ട വിചാരണ കോടതി വിധി നീതിയല്ലെന്ന് പാർവതി തിരുവോത്ത്. ഒരു കേസിൻ്റെ വിചാരണ കാലയളവ് മുന്നോട്ടേക്ക് നീളുന്നതുകൊണ്ട് വിധി ന്യായമായിരിക്കും എന്ന് തനിക്ക് പറയാൻ പറ്റുമോ? ആർക്ക് വേണമെങ്കിലും അതൃപ്തികൾ അറിയിക്കാം. ഇനി ഫോട്ടോ ഇട്ടു, ആരാണ്? അതിജീവിതം തന്നെ മുന്നോട്ടേക്ക് വന്ന് താനാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഫോട്ടോയൊക്കെ പല മാധ്യമങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിജീവിതം അതിൻ്റെ പരാതി അറിയിക്കേണ്ടത്. അവർക്ക് ആ ഒരു ഫോട്ടോയിൽ പ്രശ്നമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവർ അത്രത്തോളം പവർഫുൾ ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് വേറൊരു പിടിവാശിയുണ്ട്. പകയാണ് ഇതിനകത്ത് മൊത്തം. ഇപ്പോഴും ആ ഒരു സ്ത്രീയോടുള്ള പകയാണ് ഈ അനുകൂലികൾക്കും ഈ ഒരു ക്യാമ്പയിനുകൾക്കും ഒക്കെ. അപ്പോൾ അവർ അതിജീവിതയാണ്, ആക്രമണം നേരിട്ട ആളാണ്. പുറത്തേക്ക് വരണ്ട, വേണമെങ്കിൽ എവിടെയെങ്കിലും പമ്മി ഒതുങ്ങിയിരുന്നോ, പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അപമാനിക്കപ്പെടും അതിജീവിത എന്നൊക്കെ അഖിൽ മാരാർ പറയേണ്ടത് എന്താണ്? അവർക്ക് അപമാനം ഇല്ല എന്നുണ്ടെങ്കിലോ? കോമഡി നമ്പർ 2 ഞാൻ വായിക്കുന്നില്ല. അത് മറ്റേ വേടനോടുള്ള ഇയാളുടെ അതൃപ്തിയും പാർവതി തിരുവോത്തിനോടുള്ള ഇയാളുടെ അതൃപ്തിയും വേടന് പുരസ്കാരം ലഭിച്ചതുമായി ബന്ധപ്പെട്ട എന്തോ അസൂയയും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ വായിച്ച് വെറുതെ വില കളയേണ്ട ആവശ്യമില്ലല്ലോ. കോമഡി 3, ഭാഗ്യലക്ഷ്മി ഫെഫ്കയിൽ നിന്നും രാജിവെച്ചു. ദിലീപിനെതിരെ സുപ്രീം കോടതി വിധി വരണം പോലും. എൻ്റെ പൊന്നു ചേച്ചി, വിചാരണ കോടതി ശിക്ഷിച്ചാൽ ഒരു പ്രതി നീതി തേടിയാണ് മേൽക്കോടതിയിൽ പോകുന്നത്. അല്ലാതെ കോടതി വെറുതെ വിട്ട ആളെ ശിക്ഷിക്കാൻ എത്ര അപ്പീലിന് പോയാലും പ്രത്യേകിച്ചൊരു വിധിയും വരില്ല. വേണ്ടത് തെളിവാണ്. മുമ്പേ അടക്കി ഭരിച്ച സൽമാനും സഞ്ജയ് ദത്തുമൊക്കെ സ്വാധീനമില്ലാത്തതുകൊണ്ടല്ല ജയിലിൽ കിടന്നത്. അവർക്കെതിരെ തെളിവുണ്ടായിരുന്നു. ബോധമില്ലായ്മ ഒരു അലങ്കാരമായി മാറിയാൽ എന്ത് ആണ് ചെയ്യാൻ പറ്റുക? വക്കീൽ മാരാർ, ജഡ്ജ്, ഈ ഒരു ഘട്ടത്തിൽ ഒരാൾ കുറ്റക്കാരനാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെ തെളിവുകൾ കണ്ടെത്താൻ ഇനിയും ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ മൊഴി കൊടുത്തിട്ടുള്ള ആളുകൾ, പിന്നീട് മാറ്റിയിട്ടുള്ള ആളുകൾ, അവരുടെ മൊഴിയൊക്കെ വീഡിയോ സഹിതം റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്നതാണല്ലോ. അതൊക്കെ എടുത്ത് പുറത്തു വിടണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതൊക്കെ അങ്ങ് ലീക്കായി അറിയാതെ പോയാൽ നന്നായിരിക്കും എന്ന് എനിക്കിടയ്ക്ക് തോന്നാറുണ്ട്. ഇതൊക്കെയാണെങ്കിലും അനുകൂലികളുടെ ചില കൂലിത്തരങ്ങളാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് ഏറ്റവും വലിയ ഒരു തലവേദനയായിട്ട് കണ്ണിന് കാണുന്നത്. രാഹുൽ ഈശ്വറിൻ്റെ പോസ്റ്റുകളോ വീഡിയോകളോ കാണാൻ പറ്റാത്തതിൽ വലിയ സന്തോഷമുണ്ട്. നന്ദി.